ക്രീച്ചർ കമാൻഡോസ് DC റീസ്ട്രക്ചർ ചെയ്തിട്ട് ആദ്യം വന്ന സീരീസാണ് ക്രീച്ചർ കമാൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി പുതിയ DC തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിന് അല്ലെങ്കിൽ ഈ ഒരു അനിമേറ്റഡ് സീരീസിന് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പുതിയ DC തുടങ്ങുകയാണ്. അപ്പം അത്രയധികം ഹൈപ്പുള്ളൊരു സീരീസായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. 7 എപ്പിസോഡുകളാണ് യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ ഒരു 23 മിനിറ്റൊക്കെ ഡ്യൂറേഷനുള്ള 7 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിന് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും അവർ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ബാക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ക്രീച്ചർ കമാൻഡോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂസൈഡ് സ്ക്വാഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയൊരു റൂള് വരികയാണ്, ഇനി ഹ്യൂമൻസിനെ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിഷൻസിനൊന്നും വിടാൻ പറ്റില്ല എന്നുള്ളൊരു റൂള് വരുന്നു, പുതിയ ഗവൺമെൻറ് റൂള് വരുന്നു. അപ്പം അമാൻഡ വാളറിന് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതേപോലുള്ള ക്രീച്ചേഴ്സ്, നോൺ ഹ്യൂമൻ ക്രീച്ചേഴ്സിനെ വെച്ചിട്ട് അവരൊരു പുതിയ സൂസൈഡ് സ്ക്വാഡ് ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരാണ് ക്രീച്ചർ കമാൻഡോസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൈഡുണ്ട്, നീനയുണ്ട്, ഡോക്ടർ ഫോസ്ഫറസ് ഉണ്ട്, വീസലുണ്ട്, GI റോബോട്ടുണ്ട്. അപ്പം ഇത്രയും പേരാണ് ഈ ഒരു ക്രീച്ചർ കമാൻഡോസിലെ ആദ്യത്തെ സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് ഒരു പുതിയ മിഷൻ കൊടുക്കുന്നു, ഈ ഒരു മിഷൻ ഇവർ പോകുന്നു. പിന്നെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കാണുന്നത്. അപ്പം ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും, പിന്നെ ആ ഒരു ഫ്രാങ്കിൻസ്റ്റൈനെയൊക്കെ കാണിക്കുന്നുണ്ട്, ബാറ്റ്മാൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ട് ഇതിനകത്ത്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ ലൈവ് ആക്ഷനിലോ അനിമേറ്റഡ് സീരീസിനകത്തോ കാണുന്ന സമയത്ത് ഇനി ഇവരുടെ ഒന്നും ഒരു സെപ്പറേറ്റ് ബാക്ക് സ്റ്റോറി ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീരീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പം ബ്രൈഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രൈഡിൻ്റെ ആ ഒരു പാസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ബ്രൈഡ് ഈ ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും അങ്ങനെ ഒരു സെപ്പറേറ്റ് ഓരോ എപ്പിസോഡിലും അവരുടെ ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകുന്നു. ഇതിന് കൂടെ തന്നെ ഒരു സ്റ്റോറി പോലെയും പോകുന്നുണ്ട്. കുറേ അധികം ആക്ഷൻ സീക്വൻസുകൾ, ഈ പറയുന്ന പോലെ ബ്ലഡ് ബാത്ത്, 18+ വയലൻസ് സീനുകളൊക്കെ കുറേ അധികം ഉള്ളൊരു സീരീസാണ്. എന്തുകൊണ്ട് 7 എപ്പിസോഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു സെക്കൻഡ് സീസണിന് വേണ്ടി അപ്പം തന്നെ ഇവർ, അതായത് ഈ ഒരു സീരീസ് തീരുന്നതിന് മുമ്പ് തന്നെ റിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ ഇനി വരുന്ന DC പ്രോജക്റ്റുകൾ കാണുമെന്ന് ജെയിംസ് ഗണ്ണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്യാരക്ടേഴ്സിന് ഒരു സെപ്പറേറ്റ് ഒറിജിൻ സ്റ്റോറി കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഒരു DCയുടെ പുതിയ തുടക്കമാണ്, പുതിയ സീരീസാണ്, പുതിയ പരീക്ഷണങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീരീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫൺ എലമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ സീക്വൻസുകളുണ്ട്. അത്ര വലിയ ഗംഭീരമല്ല സ്റ്റോറിയെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഫുൾ ആക്ഷൻ കോമഡി സീരീസായിട്ടാണ് എനിക്ക് ക്രീച്ചർ കമാൻഡോസ് തോന്നിയത്. ആരും മോശം പറയില്ല, മോശം പറയാനുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെയാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി വരാനായിട്ട് പോകുന്ന പ്രോജക്റ്റുകളിലാണ് ഇനി വലിയ പ്രോജക്റ്റുകൾ, സൂപ്പർമാൻ പോലെയുള്ളത്, സൂപ്പർ ഗേൾ പോലെയുള്ള പ്രോജക്റ്റുകളൊക്കെ വരാനുണ്ടാവും. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി വരുന്ന പ്രോജക്റ്റുകൾ അറിയാനേ പറ്റുള്ളൂ നമുക്ക് എന്താണ് പുതിയ DC എന്നുള്ളത്. അപ്പം ക്രീച്ചർ കമാൻഡോസ് നിങ്ങൾ കണ്ടു നോക്കുക. DC ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സീരീസാണ് ക്രീച്ചർ കമാൻഡോസ്. കണ്ടിട്ട് നിങ്ങൾ ഒപ്പീനിയൻസ് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.